ഹായ് ഓൾ, ട്രേഡ് മോസിൽ എങ്ങനെ ID ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്ത റെഫറൽ ലിങ്ക്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിന്നും എടുത്ത റെഫറൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ട്രേഡ് മോസിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. ആ ഫസ്റ്റ് കാണുന്ന ഇന്റർഫേസിൽ ഫസ്റ്റ് തന്നെ സ്പോൺസർ ID അവിടെ ഉണ്ടാകും. അതിനുശേഷം താഴെ നമ്മുടെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള കോളം ഉണ്ട്. നമ്മൾ അവിടെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അവിടെ നമ്മുടെ കൺട്രീസ് എൻ്റർ ചെയ്ത് കൊടുക്കുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഇമെയിൽ ID ഓപ്ഷനാണ്. നമ്മൾ യൂസ് ആക്കുന്ന ഇമെയിൽ ID അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ വരുന്നത് മൊബൈൽ നമ്പർ ആണ്. നമ്മൾ യൂസ് ആക്കുന്ന മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ യൂസർ നെയിം ഓപ്ഷനാണ് വരുന്നത്. അവിടെ നമുക്ക് ഒരു യൂസർ നെയിം കൊടുക്കാം, നമ്മുടെ നെയിമോ അല്ലെങ്കിൽ നെയിമിന്റെ കൂടെ എന്തെങ്കിലും നമ്പേഴ്സ് കൂടി കൊടുക്കാം. അതിനുശേഷം പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. പാസ്വേഡ് കൊടുക്കുമ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുത്തതിന് ശേഷം രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ID അവിടെ രജിസ്റ്റർ ആവും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു യൂസർ നെയിമും അതേപോലെ തന്നെ ഒരു പാസ്വേഡ്, അതായത് നമ്മൾ അവിടെ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ID ലോഗിൻ ചെയ്യാം. യൂസർ നെയിം നമ്മൾ അവിടെ കൊടുത്ത യൂസർ നെയിം തന്നെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡും നമ്മളവിടെ കൊടുത്ത സ്ട്രോങ് പാസ്വേഡ് അവിടെ കൊടുക്കുക. ആ പാസ്വേഡ് കൊടുക്കുമ്പോൾ ഒരു ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററും അതേപോലെ തന്നെ ഒരു നമ്പറും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും വേണം. ഇങ്ങനെയാണ് പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുക്കുമ്പോൾ നമ്മൾ ട്രേഡ് മോസിന്റെ ഹോം പേജിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇതാണ് ID ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ്. ട്രേഡ് മോസിൽ എങ്ങനെ IDയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ കൊടുത്ത യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്തിട്ട് ആ സ്ട്രോങ് പാസ്വേഡും കൊടുത്തിട്ട് നമുക്ക് ID ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ട്രേഡ് മോസിന്റെ വെബ്സൈറ്റിന്റെ ഹോം പേജിലേക്കാണ് നമ്മൾ വരുന്നത്. ഹോം പേജിന്റെ നമ്മുടെ ഡാഷ്ബോർഡിൽ ആ സൈഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാഷ്ബോർഡിൽ സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ സ്റ്റേക്കിങ്ങിൽ USDT സ്റ്റേക്കിംഗ് റിക്വസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു വാലറ്റ് വാലറ്റ് അഡ്രസ്സ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വാലറ്റ് അഡ്രസ്സ് കിട്ടും. ഈ വാലറ്റ് അഡ്രസ്സിലേക്കാണ് നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അവിടെ സൈഡിൽ കോപ്പി എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ അഡ്രസ്സ് കോപ്പി ആവും. എന്നിട്ട് നിങ്ങൾ എവിടെ നിന്നാണോ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ബിനാൻസ് എന്നാണെങ്കിൽ ബിനാൻസ്, അതല്ലെങ്കിൽ ഏതെങ്കിലും വാലറ്റിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് വാലറ്റോ അല്ലെങ്കിൽ മെറ്റാമാസ്ക് പോലുള്ള വാലറ്റിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ USDT സെലക്ട് ചെയ്യുക. USDT സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നെറ്റ്വർക്ക് ഏതെന്ന് സെലക്ട് ചെയ്യുക. നെറ്റ്വർക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ബിനാൻസിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ആക്കുന്നത്. 100 USDT എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് വിഡ്രോ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. 1 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ട്രേഡ് മോസിൻ്റെ വിൻഡോയിൽ വെബ്സൈറ്റിലേക്ക് നമ്മുടെ ആ ഫണ്ട് 100 USDT അവിടെ ഷോ ആവും. അപ്പോൾ അവിടെ USDT സെലക്ട് ചെയ്യാം. അതിനുശേഷം അവിടെ എമൗണ്ട് എത്രയാണ് എന്നുള്ളത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ വരും. നമ്മൾ കൺഫേം കൊടുക്കുക ഇൻവെസ്റ്റ്. ഇത്രയാണ് നമ്മൾ ID ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ട്രേഡ് മോസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് വരുന്നത്. ഓക്കെ, താങ്ക് യു.